ആർട്ടിമിസ് 2 ചാന്ദ്രദൗത്യം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ചന്ദ്രനിലേക്ക് ഉള്ള സഞ്ചാരപഥത്തിൽ കൂടുതൽ കൃത്യത വരുത്താൻ വീണ്ടും ഒറൈൻ പേടകത്തിന്റെ ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിച്ചിട്ടുണ്ട്. ഒറൈൻ പേടകം നിലവിൽ ചന്ദ്രനിൽ നിന്ന് 62,281 കിലോമീറ്റർ അകലെയാണുള്ളത്. പ്രജിൻ സി കണ്ണൻ സയൻസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. പ്രജിൻ, ഗുഡ് മോർണിംഗ്. നമ്മളങ്ങനെ ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ അറിയുന്നു ഒരു ദൗത്യം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന്. തീർച്ചയായിട്ടും അമൃത, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊരു നാഴികക്കല്ല് പിന്നിടാൻ പോകുന്നു എന്നുള്ളതാണ്. അരനൂറ്റാണ്ടിന് ശേഷം 54 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യർ വീണ്ടും ചന്ദ്രനിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആകാംക്ഷയുള്ള കാര്യം. ഇനിയിപ്പോൾ കേവലം മണിക്കൂറുകൾ മാത്രമാണ്. ചന്ദ്രന് ഏറ്റവും അടുത്ത് മനുഷ്യർ എത്തുന്ന ഒരു സമയത്തിലേക്ക് ഇനി കേവലം മണിക്കൂറുകൾ മാത്രമാണ്. നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പേടകം, ഒറൈൻ പേടകം എന്ന പേടകത്തിലാണ് 4 പേർ ചന്ദ്രനടുത്തേക്ക് യാത്ര പോകുന്നതും ആ 4 പേരും ഇപ്പോൾ ആ പേടകത്തിന്റെ യഥാർത്ഥ സ്ഥാനം ചന്ദ്രനിൽ നിന്ന് ഏതാണ്ട് 62,280 കിലോമീറ്റർ പിന്നിട്ടിരിക്കുന്നു എന്നത് മാത്രമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് ചന്ദ്രനിലേക്ക് ഇനി കേവലം 60,000-ൽ താഴെ എന്ന രീതിയിലേക്ക് കിലോമീറ്ററുകൾ വരികയാണ്. അത്രയും അടുത്തേക്ക് ആ പേടകം, ഒറൈൻ പേടകം എത്തുന്നു എന്ന് പറയുമ്പോൾ ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 3,70,75,000 കിലോമീറ്റർ അകലേക്ക് മനുഷ്യർ സഞ്ചരിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞ് ഒരു അർദ്ധരാത്രി 12 മണിക്ക് ശേഷം ഏതാണ്ട് ചന്ദ്രനിൽ നിന്ന് കേവലം 6,200 കിലോമീറ്റർ അകലം മാത്രം ഉള്ള ഒരിടത്തേക്ക് ആ പേടകം മാറുകയും ചെയ്യും. അതൊരു റെക്കോർഡായിരിക്കും. ഏറ്റവും അകലേക്ക് ഭൂമിയിൽ നിന്നും മനുഷ്യ സഞ്ചരിക്കുന്ന അകലം അപ്പോൾ കുറിക്കപ്പെടുകയും ചെയ്യും. നേരത്തെ അപ്പോളോ ദൗത്യത്തിലൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ അകലേക്ക് മനുഷ്യർ ഭൂമിയിൽ നിന്ന് യാത്രയാകുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒറൈൻ പേടകത്തിന്റെ കാര്യക്ഷമത അതുകൂടി ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ദൗത്യത്തിൽ ഒന്നാകെ. ആ ഓരോ ഘട്ടത്തിലും ഒറൈൻ പേടകം എങ്ങനെ പ്രതിഫലിക്കുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു, ഇത്തരം കാര്യങ്ങൾ, അതിന്റെ സിസ്റ്റമാറ്റിക്കായുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടോ, ഇതൊക്കെ തന്നെ ശാസ്ത്രജ്ഞർ അവിടെ 4 പേർ, നമുക്കറിയുന്നത് പോലെ റീഡ് വൈസ്മെൻ അതിന്റെ മിഷൻ കമാൻഡറാണ്, വിക്ടർ ഗ്ലോവർ അതിന്റെ മിഷൻ പൈലറ്റാണ്, ക്രിസ്റ്റീന കോച്ച് അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്, അതോടൊപ്പം തന്നെ ജെറമി ഹാൻസൻ, ഈ 4 പേർ ചേർന്നാണ് ഈ പേടകത്തിലൂടെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നിർണായകമായ മണിക്കൂറുകൾ തത്സമയം പ്രേക്ഷകരിലേക്ക് 24 എത്തിക്കുകയും ചെയ്യും. ഇന്ന് രാത്രി 12:15 ശേഷമാണ് ഈ ഒറൈൻ പേടകം ചന്ദ്രനോട് ഏറ്റവും അടുത്തേക്ക് എത്തുക. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.